പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായ ഒരു പ്രവാചക വചനം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ ഖുയ്യിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈന അംറൈനി ഇല്ലാ അഖദ ഐസറുഹുമാ മാലം യകുൻ ഇസ്മൻ ഫഇൻ കാന ഇസ്മൻ ഫകാന അബ്അദൻ നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ നബിക്ക് നൽകിയിട്ട് അതിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാൻ അവസരം കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ് ആ രണ്ട് കാര്യങ്ങളിൽ ഏതാണോ തൻ്റെ സമൂഹത്തിന് ഏറ്റവും ചെയ്യാൻ എളുപ്പം നബി അതായിരിക്കും തിരഞ്ഞെടുക്കുക. ഇനി ഏതെങ്കിലും ഒന്ന് കുറ്റകരമായ ഒരു പാപമായ കാര്യങ്ങളാണെങ്കിലോ അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായി വിട്ടു നിൽക്കുകയും ചെയ്യും. ഇതാണ് ഹദീസിന്റെ ആശയം. ഇപ്പൊ പ്രവാചകന്റെ ഒരു പ്രകൃതം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും കാര്യങ്ങൾ നൽകിയിട്ട് മുഹമ്മദ് ഇത് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യുക? ആ രണ്ട് കാര്യങ്ങളിൽ താരതമ്യേന ഏറ്റവും എളുപ്പം ഏതാണോ അതായിരിക്കും തന്റെ സമൂഹത്തിന് വേണ്ടി നബി തിരഞ്ഞെടുക്കാൻ എത്തുന്നത്. അപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ ചെയ്യുന്ന വലിയ പല ആരാധന കർമ്മങ്ങളും പല നിയമങ്ങളും ഒക്കെയും ഇസ്ലാമിലെ ഏറ്റവും എളുപ്പകരമായി മാറാനുള്ളത് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കൽപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ നബിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ നബി അത് അങ്ങനെ നോക്കാറില്ല. അത് എന്തും ഏറ്റെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാകുന്ന. ഇത് പറയാൻ കാരണം തൻ്റെ ഉമ്മത്തിനോടുള്ള ഏറ്റവും കൂടുതൽ സ്നേഹവും കാരുണ്യത്തിൻ്റെയും അടയാളാണ്. നബി പലപ്പോഴും പറയാറില്ലേ, നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട, നിങ്ങൾക്കത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല, നിങ്ങൾക്ക് പ്രയാസകരമായി മാറും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന് ഒരുപാട് കാര്യത്തിൽ നബി പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ? അത് നബിക്ക് ഉമ്മത്തിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണെന്ന, കാരുണ്യത്തിന്റെ ഭാഗമാണെന്ന. അപ്പൊ അങ്ങനെ ആയിരുന്നു. അല്ല, ഞാൻ ഏതായാലും കഷ്ടപ്പെടുകയാണ്, എന്നാൽ ബാക്കിയുള്ളവർ അങ്ങനെ സൂഹിക്കണ്ട എന്നുള്ള വിചാരമല്ല. നബിക്ക് ഏറ്റവും എളുപ്പം, ജനങ്ങൾക്ക് ഏറ്റവും കൊണ്ടു നടക്കാൻ ഏറ്റവും എളുപ്പം ഏതാണോ അതായിരിക്കും താരതമ്യേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അത് ആയിഷ ബീവി നബിയുടെ എല്ലാ കാര്യവും നബിയുടെ പ്രകൃതം അതായിരുന്നു. അത് നമ്മോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് നബിയെ കൂടുതൽ സ്നേഹിക്കുവാനും ജീവിതത്തെ പിൻപറ്റുവാനുള്ള ഒരു ആവേശമൊക്കെ ഉണ്ടാവുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.